ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 ദിനരാത്രങ്ങളാകുന്ന വ്രതശുദ്ധിയുടെ ആത്മീയ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിന്നിട്ട വഴികളിലേക്ക് പിന്തിരിഞ്ഞു നോക്കി ഇടറിയ കാലടികളെ ഏറ്റുപറയുവാനും പരിത്യാഗത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും നാൾ വഴികളിലൂടെ നടന്നു നീങ്ങുവാനും തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പവിത്രമായ കാലമാണ് നോമ്പുകാലം. പ്രിയ സഹോദരങ്ങളെ, സീറോ മലബാർ സഭയിൽ വലിയ നോമ്പിലേക്കുള്ള വലിയ വാതിലാണ് വിഭൂതി തിങ്കളാഴ്ച. നാം എല്ലാവരും കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ധ്യാനിക്കുന്ന 50 ദിവസത്തെ ആത്മീയ യാത്രയ്ക്ക് ഇന്ന് തുടക്കമിടുകയാണ്. പ്രായശ്ചിത്തത്തിൻ്റെയും ആത്മപരിശോധനയുടെയും ദിനമായ ഇന്ന് ഉപവാസം, പ്രാർത്ഥന, ദാനം എന്നിവയിലൂടെ തീവ്രമായ നോമ്പാചരണത്തിന് നാം തുടക്കം കുറിക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യും എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ഭസ്മം പൂശുന്ന ഈ കർമ്മം ജീവിതത്തിൻ്റെ നശ്വരതയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രശസ്തിയും പ്രതാപവും സമ്പത്തുമെല്ലാം ഒടുവിൽ മണ്ണിൽ അവസാനിക്കുമെന്നും ദൈവത്തിനു മുന്നിലുള്ള നമ്മുടെ ആത്മാവിൻ്റെ വിലയാണ് ഏറ്റവും വലുതെന്നും ഈ ഭസ്മം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ഭസ്മം ധരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകന്നുപോയ വഴികളിൽ നിന്നും മടങ്ങി വരാനും നമ്മുടെ പാപങ്ങളിൽ അനുദപിച്ച് ജീവിതം തിരുത്താനുമുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉപവാസം, പ്രാർത്ഥന, ദാനം എന്നിവയാണ് വലിയ നോമ്പിൻ്റെ 3 പ്രധാന തൂണുകൾ. ആഹാരം വെടിയുന്നത് മാത്രമല്ല, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ ഉപവാസം. ദൈവവുമായി കൂടുതൽ അടുക്കാനും പാപങ്ങളെ പരാജയപ്പെടുത്താനും പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും സഹായം നൽകി ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ദാനധർമ്മങ്ങൾ നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിലെ തിരക്കുകൾ കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയേക്കാം. എന്നാൽ അവൻ്റെ കരുണ എപ്പോഴും തുറന്ന കൈകളോടെ നമ്മെ കാത്തിരിക്കുന്നു. ഈ വിഭൂതി തിങ്കളാഴ്ച മുതൽ ആത്മാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നോമ്പാചരണം ആരംഭിക്കാം. പാപജീവിതം വെടിഞ്ഞ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിൽ നടക്കാൻ നമുക്ക് പുതുക്കപ്പെട്ട ഒരു ഹൃദയം ലഭിക്കട്ടെ. നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രത്യാശകളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ ഈ നോമ്പ് നമുക്ക് ധന്യമാക്കാം. ഏവർക്കും അനുഗ്രഹീതമായ ഒരു വലിയ നോമ്പാചരണം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.